എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റൈലിലേക്ക് സ്വാഗതം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഹീലിംഗ്, relaxation, positive outlook, embrace, joy. അടുത്തതായിട്ട് ഓപ്പൺനെസ്. ഈ ഒരു മാസം നിങ്ങൾ ഒത്തിരി സന്തോഷം അനുഭവിക്കുന്ന ഒരു മാസമാണെന്ന് തന്നെ പറയും. ഹീലിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ്. ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ട് കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവേ എപ്പോഴും ബഹളവും പ്രശ്നവും വഴക്കും കാര്യങ്ങളും എപ്പോഴും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വീട്ടിലുള്ളവർ, ഭാര്യ ഭർത്താക്കന്മാരോ അച്ഛനമ്മ സഹോദരങ്ങൾ മക്കൾ എല്ലാവരും എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് കുടുംബത്തിലെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു ഡിസംബർ മാസം. പൊതുവേ ആരോഗ്യപരമായിട്ടും ഒരു മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് എപ്പോഴും അസുഖമാണ്, പനിയായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടൽ ചീറ്റൽ എന്തെങ്കിലും കാര്യങ്ങൾ, കുടുംബത്തിൽ വഴക്കുകൾ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കാലൊടിയോ തീപ്പൊള്ളലേൽക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യമൊക്കെ മാറിക്കിട്ടുന്നു. ശാരീരികമായിട്ട് നല്ല ശാരീരിക ക്ഷമത ഉണ്ടാകുന്നുണ്ട്. മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ പൊതുവെ കുറയുന്ന സമയമാണ് ഈ ഒരു മാസത്തിൽ. കുടുംബാന്തരീക്ഷത്തിലൊരു ശാന്തതയും സമാധാനവും ഉള്ളതുകൊണ്ട് തന്നെ പൊതുവെ മനസ്സിന് നല്ലൊരു തൃപ്തിയാണ്. അത് കൂടാതെ തന്നെ ബാഹ്യമായിട്ടില്ല എങ്കിൽ പുറത്തുനിന്ന് കുടുംബത്തിന് പുറത്തുനിന്ന് വരുന്ന പ്രഷേഴ്സും കാര്യങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ഒത്തിരി പ്രഷറുള്ള ജോലി ചെയ്യുന്നവർ, സെയിൽസും മാർക്കറ്റിങ്ങിലൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തി അക്കൗണ്ട്സും ഭയങ്കര സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ജോലി ഏത് തരത്തിലാണെങ്കിലും അങ്ങനെയുള്ള ജോലിയുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ സ്ട്രെസ്സ് കുറവായിരിക്കും. ചിലപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരോ നിങ്ങളുടെ മേലധികാരികളോ അവരിൽ നിന്നൊക്കെ വലിയ പ്രഷറൊന്നും കിട്ടാത്തത് കൊണ്ട് ജോലിയിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലായിടത്തിലും ഒരു മാനസികമായിട്ടൊരു വലിയൊരു സമ്മർദ്ദം കാണിക്കുന്നില്ല. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയാൻ നിങ്ങളുടെ പാരൻസിന്, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ പ്രായമായതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന, അതായത് ചിലപ്പോൾ അടുത്തിടയ്ക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് ഹാർട്ട് ഡിസീസോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നിട്ടുള്ളവർ അതൊക്കെ ഒന്ന് മാറി, അല്ലെങ്കിൽ സർജറി എന്തെങ്കിലും വലിയ രീതിയിൽ സർജറി നടന്നിട്ടുള്ളവരാണെങ്കിൽ ആരോഗ്യം പഴയ രീതിയിലേക്ക് പതുക്കെ വീണ്ടെടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ ഒരു സംതൃപ്തിയും കാണിക്കുന്നുണ്ട്. അതേപോലെ ജോലി സംബന്ധമായിട്ട് പൊതുവിൽ നല്ല സമയമാണ്. അപ്പോൾ ജോലിയിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ച് സ്ട്രെസ്സൊക്കെ ഉള്ളൊരു ജോലിയാണെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ജോലിയിൽ മാറ്റം കാണിക്കുന്നുണ്ട്. അതായത് പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് പുതിയ ജോലി ലഭിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ജോലി തന്നെ തുടരുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അതേ ഓഫീസിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റം കിട്ടിയേക്കാം. അപ്പോൾ പൊതുവിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോസ്, അതായത് നിങ്ങളുടെ മേലധികാരി, ഇപ്പോഴുള്ള മേലധികാരി ഒരുപക്ഷെ മാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്നത്. എന്തു തന്നെയായാലും നിങ്ങളുടെ മേലധികാരി മാറുന്നത് മൂലം നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെ ഒരു മേലധികാരിയുമായിട്ട് നല്ല സ്വരച്ചേർച്ച ഇല്ലാത്തവരാണെങ്കിൽ പുതിയതായിട്ട് വരുന്ന വ്യക്തി വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള പ്രഷർ കുറയുകയും ജോലിയിൽ പുതിയ പ്രോജക്ട്സ് ഒക്കെ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയും മറ്റും ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജോലിയിൽ വളരെ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജോലിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയായിട്ട് ജോലി ചെയ്തിട്ടും ഫലമൊന്നും കിട്ടാത്തവരെ സംബന്ധിച്ച് ജോലിയിൽ നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്നതായിട്ട് സൂചന തരുന്നുണ്ട്. മക്കൾക്കൊക്കെ പുതിയ ജോലി ലഭിക്കുന്നത് മൂലം അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. ചില ആളുകൾ റിട്ടയർ ആവാൻ പോകുന്നതോ റിട്ടയർ ആയിട്ടുള്ളവർക്ക് മക്കൾക്ക് ജോലി ആവാത്തതിൻ്റെ സങ്കടമാണെങ്കിൽ മക്കൾക്കൊക്കെ ജോലി ആവുന്നതിൻ്റെ ഒരു സംതൃപ്തിയും സന്തോഷവും ഈ ഒരു മാസത്തിൽ നിങ്ങളെ തേടി വരുന്നുണ്ട്. പോസിറ്റീവ് ഔട്ട്ലുക്കാണ് നെക്സ്റ്റ് വന്നിട്ട്.
ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. കുറച്ചധികം നാളായിട്ട് നിങ്ങൾ എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു മെയിനായിട്ട് ഈ ഒരു മാസം നിങ്ങൾ പൊതുവിൽ ജീവിതത്തിലെ എല്ലാ ഏരിയാസിലും ഒരു സന്തോഷമുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റിവിറ്റി ആയിരിക്കും. നെഗറ്റീവ് ചിന്തകൾ എന്തിനും ഏതിനും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും കൂടുതൽ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പൊതുവെ പോസിറ്റീവാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. കാത്തിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം പലതും സംഭവിക്കുന്നതിനുള്ള ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. വിസ, റെസിഡൻസ് പെർമിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ, വർക്ക് പെർമിറ്റ്, ഇവയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ, വിദേശത്തേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് കഴിയുന്ന, അകൽച്ചയുള്ളവർ, ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവർ, അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാകുന്നുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം ഡിവോഴ്സിലേക്ക് എത്താതെ ഒരുമിച്ച് കൂടിച്ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സന്തോഷം പൊതുവിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. നല്ലൊരു സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തം സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ടാണ്. സൗഹൃദത്തിന് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ബന്ധങ്ങളിൽ സൗഹൃദം, അതായത് നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നല്ല സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുന്നു. ഫാമിലിയിൽ ഉള്ളവർ, അച്ഛനും മക്കളും തമ്മിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു സൗഹൃദം, നല്ലൊരു ബന്ധം, എന്തും തുറന്നു പറയാനുള്ള ആ ഒരു ലെവലിലേക്ക് പലരുടെയും ജീവിതത്തിൽ ഒരു സന്തോഷം, ജീവിതത്തെക്കുറിച്ചുള്ള പൊതുവേ ഫീൽ ഗുഡ്, നല്ലൊരു ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ പലരും പല സാഹചര്യത്തിലും പലരും കുറച്ചുകൂടി സോഷ്യൽ ആവുന്നുണ്ട്. അപ്പോൾ പൊതുവേ എന്തെങ്കിലും സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന എന്തെങ്കിലും പാർട്ടീസോ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ചെന്ന് അതിലൊന്നും നിങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരാളാണ് എങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നല്ല താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ പുതിയ പുതിയ സൗഹൃദങ്ങൾ നേടുന്നതാവാം. ഒത്തിരി പേരൊക്കെ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, അവരോട് സംസാരിക്കുന്നു. ഇതിനൊക്കെ ഉള്ളൊരു അവസരം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ചൊന്ന് ദൈവവിശ്വാസം കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ദൈവികമായിട്ടുള്ള ക്ഷേത്രങ്ങളോ പള്ളികളോ ഒക്കെ സന്ദർശിക്കാം. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യവും മറ്റും പ്രകടിപ്പിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവേ പല സാഹചര്യങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു കുടുംബം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഒരുമിച്ച് ചേർന്നിട്ടുള്ള യാത്ര എന്ന് പറയുമ്പോൾ ഒരു വിനോദസഞ്ചാരത്തിന് പോകുന്നതുമാവാം. അതേപോലെ ഈ ആത്മീയമായിട്ടുള്ള യാത്രകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ദൂരെയുള്ള ക്ഷേത്രങ്ങൾ, മറ്റു നാടുകളിലുള്ള ക്ഷേത്രങ്ങളോ മറ്റോ പള്ളികളിലോ ഒക്കെ ആവാം. ഇങ്ങനെയുള്ള ഇടങ്ങളിൽ ഇപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ റോമിൽ പോകുന്നതാവാം, വത്തിക്കാനിൽ പോകുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ തിരുപ്പതി അതേപോലെയുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുന്നതാവാം. മറ്റ് നാടുകളിൽ ചില ആളുകൾ പോകുന്നുണ്ട്. മറ്റ് ഓരോരുത്തരും അവരവരുടെ മതത്തിൽപ്പെട്ടിട്ടുള്ള മറ്റ് ക്ഷേത്രങ്ങളിലോ മറ്റ് പള്ളികളിലോ ഒക്കെ മറ്റ് ദേശങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന അവസരം കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ട് മാത്രം ഇതെടുക്കുക. എന്ത് തന്നെ ആയാലും പലരും വളരെ കുറച്ച് നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മാസം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയം സാധ്യമാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നവരാണ് എങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ കുറച്ച് നാളായിട്ട് മാതാപിതാക്കളെ നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫൈനലി അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഇതിവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം
ഈ ഒരു മാസം എന്ന് പറയുന്നത് യാത്രകളുടെ ഒരു മാസമായിരിക്കും. പലതരത്തിലുള്ള യാത്രകൾ, വിനോദസഞ്ചാരങ്ങൾ, കുടുംബത്തോടൊപ്പം, അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഹണിമൂൺ ട്രിപ്പ്, അതിനൊക്കെ ഉള്ളൊരു സാഹചര്യം യാത്രകൾ ഈ ഒരു മാസം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.